ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ബാറ്ററി മാറ്റുമ്പോൾ, ഡിസ്പ്ലേ മാറ്റുമ്പോൾ, അതേപോലെ തന്നെ ക്യാമറ മാറ്റുമ്പോൾ, അതേപോലെ തന്നെ ഇപ്പോൾ പുതിയ ഡിവൈസുകളിലാണെന്നുണ്ടെങ്കിൽ ബാക്ക് കവറൊക്കെ മാറ്റുന്ന സമയത്ത് ഈ അൺനോൺ പാർട്ട് എന്ന് എഴുതി വരുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് എത്രത്തോളം നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വറീഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അൺനോൺ പാർട്ട് എന്നുള്ളത് ശരിക്കും ഇത് ഫോണിന് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണോ, അല്ലെങ്കിൽ അതിൽ എഴുതി കാണിക്കുന്നത് പോലെ ഇത് നോൺ ജെനുവിൻ പാർട്സ് എന്ന് പറഞ്ഞിട്ട് എഴുതി വരുമല്ലോ, അത് നോൺ ജെനുവിൻ ആണോ പ്രോപ്പർലി എന്ന കാര്യത്തെക്കുറിച്ച് കസ്റ്റമേഴ്സിന് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അൺനോൺ പാർട്ട് എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയത് ഐഫോൺ എക്സസിലാണ്. ഐഫോൺ എക്സസിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് ഈ അൺനോൺ പാർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. എക്സസിൽ ബാറ്ററി 11 സീരീസിൽ നമുക്ക് വന്നു. ഈ എക്സസ് എന്ന് പറയുമ്പോൾ എക്സസ് മാത്രമല്ല കേട്ടോ, എക്സസും ആ ജനറേഷനിൽപ്പെട്ട സാധനങ്ങളുമാണ് വരുന്നത്. എക്സസ് മാക്സ് അതിൽ പെടും. അത് ഓരോരോ ഇയറിലും ഇറങ്ങുന്ന മോഡലുകളിൽ ഈ സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് കണ്ടുവരാം. അപ്പോൾ എക്സസിൽ ബാറ്ററി, അതേപോലെ തന്നെ 11 സീരീസിൽ ബാറ്ററി വിത്ത് ഡിസ്പ്ലേ, അതിനുശേഷം പിന്നെ 12 സീരീസിലേക്ക് വന്നപ്പോൾ ബാറ്ററി, ഡിസ്പ്ലേ, അതുപോലെ തന്നെ ക്യാമറ. പിന്നെ 15 സീരീസുകളിലേക്ക് വന്ന സമയത്ത് അതിൻ്റെ ബാക്ക് കവർ മാറ്റുന്ന സമയത്തും എന്തുണ്ട്, ഈ ഒരു സംഭവം വരുന്നുണ്ട്. ബാക്ക് ഗ്ലാസ് മാറ്റുന്ന സമയത്തും നമ്മൾ ബാക്ക് ഗ്ലാസ് മാറ്റിയെന്ന് പറഞ്ഞിട്ടുള്ള പോപ്പപ്പ് മെസ്സേജുകൾ നമുക്ക് വരും. അപ്പോൾ ഇത് കസ്റ്റമർ എത്രത്തോളം വറീഡാണ് ഇതിനെപ്പറ്റി എത്രത്തോളം അവർ അവെയർ ആണെന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഒരു ചെറിയൊരു ചർച്ച ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഐഫോണിൻ്റെ CPU ഈ കാര്യത്തിലുള്ള അതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഡിവൈസുകളുടെയും അഡ്രസ്സ് കാര്യങ്ങളൊക്കെ സേവാണ്. അപ്പോൾ നമ്മൾ ഒരു ബാറ്ററി നമ്മൾ ഇതിൽ മാറ്റിയിട്ട് വേറൊരു ബാറ്ററി നമ്മൾ അതിലിടുന്ന സമയത്ത് ബാറ്ററിയുടെ BMS എന്ന് പറഞ്ഞിട്ട് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് അതിൽ വരുന്നുണ്ട് ബാറ്ററിക്ക്. അതിൽ ഒരു പ്രോഗ്രാമിങ് നടക്കുന്നുണ്ട്. ഈ പ്രോഗ്രാം മാറുന്ന സമയത്ത് ഈ പഴയ പ്രോഗ്രാമിലുള്ള നമ്പറും ഈ പുതിയ പ്രോഗ്രാമിലുള്ള നമ്പറും തമ്മിൽ ഡിഫറൻസ് വരും. ഈ ഡിഫറൻസിനെയാണ് ഐഫോൺ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് നമ്മളെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങളിത് മാറ്റിയിട്ടുണ്ട്, ഇത് വേറൊരു സാധനമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അത് അത്രത്തോളം യൂസ്ഫുൾ അല്ല. ആപ്പിളിന് അത് ഒറിജിനൽ ആണോ അല്ല എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊരു നോൺ ജെനുവിൻ പാർട്ടാണ് എന്ന് കണ്ടെത്തിയിട്ട് അത് അവർ കസ്റ്റമറോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നോർമലി നമ്മളിപ്പോൾ ഒരു പുതിയ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഒരു പുതിയ ഫോണിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഈ സാധനം ഇതിലിട്ട് കഴിഞ്ഞാലും, ഒരു ഫ്രഷ് ഫോൺ വാങ്ങിച്ചിട്ട് അതിന് ബാറ്ററി അതേപോലെ തന്നെ ഇളക്കിയിട്ട് ഈ പഴയ ഫോണിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാലും ഈ സെയിം പ്രശ്നം ഉണ്ടാവും. ഈ സെയിം പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത്, ഇപ്പോൾ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഈ BMS എന്ന് പറയുന്ന ഇതിലാണ് ഈ ഡാറ്റ മൊത്തം സ്റ്റോർ ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ബാറ്ററി ഹെൽത്ത് കാണിക്കണം എന്ന് നിർബന്ധമുള്ള ആളുകൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കൽ ഈ BMS എന്ത് ചെയ്യും, പഴയ ബോർഡിൽ നിന്നും ഈ BMS നമ്മൾ അതിന് കട്ട് ചെയ്തെടുത്തിട്ട് ഈ പുതിയ ബോർഡിലേക്ക് നമ്മളത് ഒന്നുകിൽ വെൽഡ് ചെയ്തോ അല്ലെങ്കിൽ സോൾഡർ ചെയ്തോ പിടിപ്പിക്കുക എന്നുള്ളൊരു പ്രൊസീജിയറാണുള്ളത്. അതേപോലെ തന്നെയാണ് ഏതിലാണോ ഈ ഡാറ്റ സേവ് ആയിട്ടുള്ളത്, അഥവാ CPU കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഡാറ്റ സേവ് ആയിട്ടുള്ളത്, ആ ഒരു സ്പെയർ നമ്മൾ എന്ത് ചെയ്യും, പഴയ ഓൾഡ് ഡിവൈസിൽ നിന്നും നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഈ ന്യൂ ഡിവൈസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ആപ്പിളിന് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല അത് മാറ്റിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. കാരണം റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത ഏരിയ നമ്മൾ പുതിയതായിട്ട് നിലനിർത്തുകയും ആപ്പിളിന് ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന, വെരിഫൈ ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂൾ നമ്മൾ എന്ത് ചെയ്യും, പഴയതിൽ നിന്നും റിമൂവ് ചെയ്തിട്ട് ഈ പുതിയതിലേക്ക് ഇടും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ BMSൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് ഡിസ്പ്ലേയുടെ കേസിൽ വരുന്ന സമയത്ത് ഡിസ്പ്ലേയിൽ ഒരു IC-യിലാണ് ഈ ഒരു പ്രോഗ്രാം വരുന്നത്. ടച്ച് കൺട്രോൾ ചെയ്യുന്ന ഒരു IC-യിലാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ഡാറ്റയും, അഥവാ CPU ഓൾഡ് ഡിവൈസിൻ്റെ CPU കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു ഡാറ്റയും അതിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പുതിയൊരു ഡിസ്പ്ലേ വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഡിസ്പ്ലേ മാറ്റിയതാണ് എന്നുള്ളത് മറ്റുള്ളവർ അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. പഴയ ഡിവൈസിൽ നിന്നും ഈ IC റിമൂവ് ചെയ്തിട്ട് ഈ പുതിയ ഡിവൈസിലെ പുതിയ IC നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഈ പഴയ IC നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് റീപ്ലേസ് ചെയ്യും. അപ്പോൾ ആപ്പിൾ സംബന്ധിച്ചിടത്തോളം ആപ്പിൾ ഓൺലൈനിൽ വെരിഫൈ ചെയ്യുന്ന സമയത്ത് പഴയ ഡിവൈസിൻ്റെ സെയിം സീരിയൽ നമ്പർ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആപ്പിൾ പറയും മാറ്റിയിട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയും. ഇതിൽ അതേപോലെ തന്നെയാണ് നമ്മളുടെ ക്യാമറയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിലും, ഈ ബാക്ക് ഗ്ലാസിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിലും, ബാക്ക് ഗ്ലാസ്സിൽ നമുക്ക് വരുന്നത് അതിലൊരു സ്ട്രിപ്പ് വരുന്നുണ്ട്. ആ സ്ട്രിപ്പുമ്പോൾ ഒരു IC ഉണ്ട്. ആ IC-യിലാണ് ഇത് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ സ്ട്രിപ്പ് മൊത്തമായിട്ട് പഴയ ബാക്ക് ഗ്ലാസ്സിൽ നിന്നും ഇളക്കിയെടുത്തിട്ട് പുതിയ ബാക്ക് ഗ്ലാസ്സിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുക.
അതേപോലെ തന്നെ ക്യാമറയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ക്യാമറയിൽ ആ ഒരു സെപ്പറേറ്റ് ഐ സി നമുക്ക് ഇളക്കിയെടുക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് ഒരു ടാഗ് ഓൺ ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ട് JC എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ ഒരു ഫ്ലെക്സ് വരുന്നുണ്ട്. ആ ഫ്ലെക്സ് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് CPU ആയിട്ടുള്ള ബന്ധം നമ്മൾ എന്ത് ചെയ്യും, പ്രോഗ്രാം ചെയ്തിട്ട് സോഫ്റ്റ്വെയറിലൂടെ പ്രോഗ്രാം ചെയ്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പഴയത് തന്നെയാണ് ഇതിലിട്ടത് എന്നുള്ളത് നമുക്ക് ആപ്പിളിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഇത് ചെയ്യൽ നമ്മളിത് മാറ്റി എന്നുള്ളത് മറ്റുള്ളവരെ അറിയാതിരിക്കാനുള്ള ഒരു കേസ് നമ്മളിലേക്ക് വരുന്ന സമയത്ത് മാത്രമേ ഇത് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പം നിങ്ങൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നൊരു ഫോണാണെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി, നിങ്ങൾക്ക് ബാക്കപ്പ് കുറവുണ്ടായിരുന്നു, പുതിയ ബാറ്ററി ഇട്ടു, ബാക്കപ്പ് ഓക്കെയാണ്, നിങ്ങൾക്ക് ബാറ്ററി ഹെൽത്തിൻ്റെ ആവശ്യമില്ല, അല്ലാണ്ടെന്നുണ്ടെങ്കിൽ ഇത് നോൺ റെക്കഗ്നൈസ്ഡ് ആണെന്നോ അല്ലാണ്ട് തന്നെ അൺനോൺ പാർട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ പരിപാടി ഉഷാറായിട്ട് നടക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാണ് ഞാനത് മാറ്റുന്നു എന്നുള്ള കേസാണെന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ട ഒരാവശ്യമില്ല. ഏതൊരു ബാറ്ററിയിലും നമ്മളൊരു മോഡിഫിക്കേഷൻ നടത്താതെ അതേപോലെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ബാറ്ററി എന്ന് മാത്രമല്ല, ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിലും ക്യാമറ ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ബാക്ക് ഗ്ലാസ് ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും മോഡിഫിക്കേഷൻ നടത്താതെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ വേറെ അല്ല. അപ്പോൾ നമ്മളൊക്കെ ഇവിടെ കസ്റ്റമേഴ്സിനോട് പറയലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇത് വിൽക്കുന്ന സമയത്തൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം വരിക. അപ്പോൾ അങ്ങനെ വിൽക്കുന്ന സമയത്തുള്ള ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ BMS ബാറ്ററി മാറ്റുന്ന സമയത്തുള്ള കേസാണ് ഞാൻ പറയുന്നത്. BMS മാത്രമായിട്ട് നമ്മൾ അവർക്ക് അതിൽ ഇളക്കിയെടുത്തിട്ട് അവരുടെ കയ്യിൽ കൊടുക്കും. ഓൾഡ് ബാറ്ററിയുടെ BMS മാത്രം ഇളക്കിയെടുത്ത് കൊടുക്കും. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇത് വിൽക്കാനുള്ളൊരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ BMS പഴയ BMS ഊരിയെടുത്തിട്ട് പുതിയ BMS ഊരിയെടുത്തിട്ട് പഴയ BMS അതിൻ്റെ ഒറിജിനലായിട്ട് അതിനുണ്ടായിരുന്ന ആ BMSനെ നമ്മൾ എന്ത് ചെയ്യും, അതിന്മേൽ കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഡിസ്പ്ലേൻ്റെ കേസാണെന്നുണ്ടെങ്കിലും IC ആണെന്നുണ്ടെങ്കിലും ഓൾഡ് ഡിസ്പ്ലേകളിലുള്ള ICകൾ ആ ഡിസ്പ്ലേ അതേപോലെ തന്നെ അവർ സൂക്ഷിച്ചാൽ മതി. എന്തെങ്കിലും അവർക്ക് മാറ്റണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. ഇനി ഇതിൽ പറയാനുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. 18 OS വന്ന iOS 18 റിലീസായ സമയത്ത് ഇത്തരം സംഭവങ്ങളൊന്നും ഒരു പ്രശ്നമല്ലാതായി. ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവം തേർഡ് പാർട്ടി ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഈ അൺനോൺ പാർട്ട് എന്ന് എഴുതി കാണിക്കുക. നമ്മൾ ആപ്പിൾ കെയറിൽ നിന്നും നിങ്ങളിത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, ഓതറൈസ്ഡ് ആപ്പിൾ സർവീസ് സെൻറ്ററിൽ നിന്നും നിങ്ങളിത് സർവീസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കാണിക്കൽ ഡിസ്പ്ലേ മാറ്റി എന്നുള്ള മെസ്സേജ് അവിടെ ഉണ്ടാവും. ഞങ്ങൾ മാറ്റിയിട്ട ഡിസ്പ്ലേ ജെനുവിനാണ്, ഒറിജിനലാണ് എന്നുള്ളൊരു മെസ്സേജും കൂടിയും ആപ്പിൾ എന്ത് ചെയ്യും, അതിലേക്ക് ഇൻബിൽഡ് ചെയ്ത് കയറ്റും. അപ്പോൾ നമ്മൾ തേർഡ് പാർട്ടിയിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ, പുറത്തുനിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അൺനോൺ പാർട്ട് എന്നും കാണിക്കും, ആപ്പിൾ കെയർ എന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെനുവിൻ പാർട്ട് എന്ന് കാണിക്കും. അത് ഈ സെയിം ഒറിജിനൽ ഡിസ്പ്ലേനെ നമ്മൾ പുറത്തുനിന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഗ്രാമിംഗ് ആപ്പിൾ തരാത്തതുകൊണ്ട് അത് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺനോൺ പാർട്ട് എന്നാണ് കാണിക്കുക, പക്ഷേ ആപ്പിൾ ചെയ്താൽ ജെനുവിൻ പാർട്ട് എന്ന് കാണിക്കും. പക്ഷേ iOS 18 റിലീസായതോട് കൂടി ഇതിനുണ്ടായൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോണിൻ്റെ ഒറിജിനൽ ഡിസ്പ്ലേ ആണോ, ഒറിജിനൽ ബാറ്ററി ആണോ, അല്ലെങ്കിൽ ഒറിജിനൽ ക്യാമറയാണോ എന്നുണ്ടെങ്കിൽ അത് ഒന്നും കൂടി വെരിഫൈ ചെയ്ത് അത് റെക്കഗ്നൈസ് ചെയ്ത് ഇതും ഒറിജിനൽ ആണ് എന്നുള്ള കാര്യം ഐഫോൺ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമ്മളൊരു ഒറിജിനൽ വേറൊരു ഫോണിൽ നിന്നും ഒരു ഡിസ്പ്ലേ ഇളക്കിയിട്ട് ഈ ഡാമേജ് ആയ ഫോണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, ഡിസ്പ്ലേ എന്ന് മാത്രമല്ല ഏത് സ്പെയർ ആണോ നമുക്ക് വേണ്ടത് അത് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ടാവും. ആ വെരിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതും ജെനുവിൻ പാർട്ടാണ് എന്നുള്ളൊരു മെസ്സേജ് തന്നെ അവിടെ വരും. അപ്പോൾ അതും തന്നെ ഈ അൺനോൺ പാർട്ട് നിങ്ങൾ മാറ്റാതെ ഇരിക്കാനുള്ളൊരു ഓപ്ഷനാണ്. പക്ഷേ പലരും ഈ വിൽക്കുന്ന ആൾക്കാർ പലതാണല്ലോ, ഞാനൊന്നും മാറ്റിയിട്ടില്ല, നോ റീപ്ലേസ്മെൻറ്റ് എന്നുള്ള ടാഗ് ലൈനിലോട് കൂടി ആരെങ്കിലും ഒരാൾ ഫോൺ സെല്ല് ചെയ്യാൻ ഉദ്ദേശിച്ചതാണെന്നുണ്ടെങ്കിൽ ഈ IC ഇളക്കിയിട്ട് പുതിയതും ഇട്ടിട്ട് സോഫ്റ്റ്വെയർ ചെയ്യാനല്ലാണ്ട് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്, അത് അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഇത് ജെനുവിൻ തന്നെയാണല്ലോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അതിട്ട് സോഫ്റ്റ്വെയർ ചെയ്താൽ തന്നെ ജെനുവിൻ പാർട്ട് ഡയറക്റ്റായിട്ട് അവിടെ കാണിക്കും. പിന്നെ ഇതിൽ പറയാനുള്ളത് ചില iOSകളിൽ ഇപ്പോൾ iOS 18.2 വന്ന സമയത്തൊക്കെ ഇതിന് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലതൊന്നും പൂർണ്ണമായിട്ടും വെരിഫൈ ആവുന്നില്ല എന്നുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18ൻ്റെ ശേഷം ഇങ്ങനെ ജെന്യൂൻ പാർട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ചിലതൊന്നും അങ്ങനെ നടക്കുന്നില്ല. അങ്ങനത്തെ കുറേ കംപ്ലയിൻറ്റ്സ് ടെക്നീഷ്യന്മാരുടെ ഇടയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ സ്പെയർ ആണോ അല്ലേ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഒറിജിനൽ സ്പെയർ നിങ്ങൾ അതിലിട്ട് കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അൺനോൺ പാർട്ട് കാണിച്ചു എന്ന് കരുതി അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണോ മാറ്റുന്നത് അവർ ട്രസ്റ്റ് വർത്തി ആണോ എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ നിന്നാണ് നിങ്ങൾ മാറ്റുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ
ആ അൺനോൺ പാർട്ട് കാണിച്ചിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് അതിനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും അതേപോലെ തന്നെ ബാക്കപ്പും കാര്യങ്ങളും ബാറ്ററി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ അതിൻ്റെ പ്രശ്നം. ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ആപ്പിൾ ഉദ്ദേശിക്കുന്നത് പുറത്തുനിന്ന് കുറഞ്ഞ വിലക്ക് ഇത് മാറ്റാതെ എല്ലാ പൈസയും നമുക്ക് കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശം ആപ്പിളിനുണ്ട്. അതോ എല്ലാ സർവീസും നമ്മളിലേക്ക് തന്നെ എത്തണം, ആപ്പിളിലേക്ക് തന്നെ എത്തണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. സർവീസ് സെൻറ്ററിൽ നിന്ന് മാത്രം പോയി വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് ഉഷാറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ടാഗ് ലൈന് എല്ലാ കമ്പനികളും പോലെ തന്നെ ആപ്പിളും പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയും കുറച്ച് ലെങ്ത്തായി, കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട തന്നെ വരും. അപ്പോൾ ഇത്തരം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് സജഷൻസ് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക, നമുക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ iAppleCareുമായിട്ട് ഇത്തരം സംശയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും, ഇനിയിപ്പോൾ ഇത്തരം സംശയങ്ങളൊന്നും വേണ്ട, നിങ്ങളെ ഫോണിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിളിക്കാം, നമുക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ അതിൽ നിന്നും നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഇനി നമുക്ക് അറിയാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്നും നമ്മളത് തേടിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊന്നും കിട്ടട്ടെ. നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ജെനുവിൻ ആണെന്ന് തോന്നിയാൽ, നമ്മളെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും നമ്മളെ സർവീസിൻ്റെ വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് പ്രചരിപ്പിക്കുക. നമ്മളുടെ ഷോപ്പ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ ഓപ്പൺ സർവീസ് സെൻ്ററാണ്. നിങ്ങൾക്ക് നേരെ വന്നിട്ട് ഇരുന്നിട്ട് നിങ്ങളെ ഫോണിലെ IC കാര്യങ്ങളൊക്കെ മാറ്റുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും iAppleCareനെ ഫോളോ ചെയ്യാം. താങ്ക് യു.